1 ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന പാഠത്തിലെ ചില ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Explain the factors that led to the decline of traditional industries in India. ഇന്ത്യയുടെ പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായ ഘടകങ്ങൾ എന്തെല്ലാം? ഇതാണ് ചോദ്യം. നമുക്ക് ആൻസർ ഓരോ പോയിന്റുകളായിട്ട് കൊടുക്കാം. ഫസ്റ്റ് പോയിന്റ്, ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് മെഷീൻ മെയ്ഡ് ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽസ് ടു ഇന്ത്യ. ബ്രിട്ടീഷുകാരുടെ മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽസ് വളരെയധികം ഇമ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഇങ്ങനെ അവര് മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽസ് ആയതുകൊണ്ട് തന്നെ വളരെ വിലക്കുറവിനും ലഭ്യമാക്കാൻ തുടങ്ങി. അപ്പൊ അത് നമ്മുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രീനെ അത് ദോഷകരമായിട്ട് ഭവിച്ചു. ഇനി അതുപോലെ രണ്ടാമത്തെ പോയിന്റ്, ദ എക്സ്പാൻഷൻ ഓഫ് റെയിൽവേ ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ റെയിൽവേ വികസനം, അതായത് ഇന്ത്യയുടെ റെയിൽവേ വികസനം എങ്ങനെ ഇതിനെ ബാധിച്ചു എന്ന് വെച്ചാല്, നമ്മുടെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, അതായത് ബ്രിട്ടീഷുകാർക്ക് അവരുടെ അവിടേക്ക് കൊടുത്തയക്കാനായിട്ട് കയറ്റുമതി ചെയ്യാനായിട്ട് റോ മെറ്റീരിയൽസ് കൊണ്ടുവരാനും അതുപോലെ കൊണ്ടുപോകാനും ഒക്കെയുള്ള എളുപ്പ വഴിയായിരുന്നു ഇന്ത്യൻ റെയിൽവേയുടെ വികസനം. അപ്പോൾ അതും ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ തകർക്കുന്നതിന് കാരണമായി. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഹെവി ടാക്സ് ഇമ്പോസ്ഡ് ഓവർ ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് എക്സ്പോർട്ടഡ് ടു ബ്രിട്ടൻ. അത് മാത്രമല്ല, നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ടെക്സ്റ്റൈൽസ്, ഇന്ത്യൻ ടെക്സ്റ്റൈൽസിന് ബ്രിട്ടനിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെവി ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വന്നിരുന്നു. കനത്ത നികുതി ചുമത്തിയിരുന്നു. അപ്പൊ അതും ഒരു ദോഷകരമായി ഭാവിച്ച ഒരു കാര്യമാണ്. എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് അട്രോസിറ്റീസ് ബൈ ബ്രിട്ടീഷ് ഓഫീസേഴ്സ്. ബ്രിട്ടീഷ് ഓഫീസർമാരുടെ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണവും അതിക്രമവുമാണ് ട്രഡീഷണൽ ഇൻഡസ്ട്രീനെ തകർച്ചയിലേക്ക് നയിച്ച മറ്റൊരു കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. എക്സാമിൻ ദ റീസൺസ് ഓഫ് കുറിച്യ റിവോൾട്ട്. കുറിച്യ കലാപത്തിന് കാരണമായത് എന്തെല്ലാം? പ്രധാനമായിട്ട് 3 കാരണങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പോയിന്റ്, ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ് ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാര് അമിതമായ നികുതി ചുമത്തിയിരുന്നു. അത് ഒന്നാമത്തെ കാരണമാണ്. Imposition of excessive tax by the British. Second point, compulsion for paying tax in cash. നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്. ഇനി തേർഡ് പോയിന്റ്, സീസിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ്. നികുതി അടയ്ക്കാത്ത ഭൂമി, അഗ്രികൾച്ചറൽ ലാൻഡ് അവര് പിടിച്ചെടുത്തിരുന്നു. ഈ 3 കാരണങ്ങളാണ് കുറിച്യ റിവോൾട്ടിലേക്ക് നയിച്ചത്. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. വാട്ട് വേർ ദ സോഴ്സസ് ടു ഇക്കണോമിക് ഡ്രെയിൻ ഫ്രം ഇന്ത്യ ടു ബ്രിട്ടൻ. ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിലേക്കുള്ള സാമ്പത്തിക ചോർച്ചയുടെ ഉറവിടങ്ങൾ എന്തെല്ലാമായിരുന്നു? പ്രധാനമായിട്ടും 4 പോയിന്റുകളാണ് കൊടുത്തുള്ളത്. ഒന്നാമത്തെ പോയിന്റ്, എക്സ്പോർട്ട് ഓഫ് ഇന്ത്യൻ റോ മെറ്റീരിയൽസ്. ഇന്ത്യയുടെ അസംസ്കൃത പദാർത്ഥങ്ങളുടെ കയറ്റുമതി. സെക്കൻഡ് പോയിന്റ്, സാലറി ആൻഡ് പെൻഷൻ ടു ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഓഫീസർമാർക്ക് നൽകുന്ന സാലറിയും പെൻഷനും. മൂന്നാമത്തെ പോയിന്റ്, പ്രോഫിറ്റ് ഗെയിൻഡ് ത്രൂ ദ സെയിൽ ഓഫ് ദ ബ്രിട്ടീഷ് പ്രൊഡക്ട്സ് ഇൻ ഇന്ത്യ. ബ്രിട്ടീഷ് പ്രൊഡക്റ്റുകൾ ഇന്ത്യയിൽ വിൽക്കുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്ന ലാഭം, അതും ബ്രിട്ടനിലേക്കാണ് ഒഴുകിയിരുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ്, ടാക്സ് കളക്റ്റഡ് ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്നും പിടിച്ചെടുക്കുന്ന നികുതിയും ബ്രിട്ടനിലേക്കായിരുന്നു പോയിരുന്നത്.